Good morning. Good morning, ma'am. Good morning. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എവിടെ വരെയാ? ഡിറ്റക്ഷൻ ഓഫ് ബിൽഡ് ഫ്രേസ് അല്ലേ? എത്ര വരെയല്ലേ എടുത്തത്? അതെ മാം. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ മക്കളെ? ഓക്കെ ആണോ സ്ക്രീൻ? സ്ക്രീൻ കാണുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ. ഈ നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ഏരിയാസ് ഓഫ് പിൽഫ്രേജ്. ഏരിയാസ് ഓഫ് പിൽഫ്രേജ്, മോഷണം നടക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയേ, കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക്ഡ് ഫുഡ്സ്, ഫുഡ്സ് മെറ്റീരിയൽസ് ലോസ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്. അപ്പൊ 3 കാര്യങ്ങളാണ് കിച്ചണിലെ മോഷണത്തിന്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് കിച്ചണിൽ നിന്ന്? എന്തൊക്കെയാണ് കുക്കിങ്ങിന് മുമ്പ് മെറ്റീരിയൽസ് അല്ലെ നമ്മൾ പറഞ്ഞു, ഓരോ ഡിപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറിലൊക്കെ ആക്കിയിട്ട് അസംസ്കൃത വസ്തുക്കൾ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുക്കിങ്ങിന് മുമ്പുള്ള അസംസ്കൃത വസ്തുക്കള് മോഷണം നടക്കുന്നുണ്ട്. അതുപോലെ കുക്കിങ്ങിന് ശേഷം കുക്ക്ഡ് ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങളും മോഷണം സംഭവിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ എന്താണ്, കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് വാർഡിലേക്ക് അതിനുള്ള പേഷ്യൻസിനൊക്കെ കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും മോഷണം സംഭവിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണോ? അത് വായിച്ചാൽ മനസ്സിലാവുമല്ലോ? ഓക്കെ അല്ലേ? ഇനി എന്താണ് ഡ്രഗ് സ്റ്റോഴ്സ്? ഡ്രഗ് സ്റ്റോഴ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് മോഷണം പോകുന്നത്? ഫസ്റ്റ് നോക്ക്, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ് അല്ലെ. കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ മൊത്തം സ്റ്റാഫുകളും അവിടെയുള്ള മൊത്തം സ്റ്റാഫുകളും എന്തായിരിക്കും? അദ്ദേഹത്തിന് നല്ലൊരു രീതിയിൽ ബെറ്റർ കെയറിങ് കൊടുക്കാനായിട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അവിടെ നിന്നുള്ള അപ്പോ അങ്ങനെയുള്ള കെയറിങ് കൊടുക്കുമ്പോ മറ്റ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡ്രഗ്സോ അല്ലെങ്കിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് കാഷ്വാലിറ്റി എമർജൻസി സർവീസസിൽ നടക്കുന്ന മോഷണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്, സ്റ്റീലിംഗ് ഇൻ ന്യൂ ബോൺ ബേബീസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് ന്യൂ ബോൺ ബേബീസിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെ എന്താണ് ന്യൂ ബോൺ ബേബീസിനെ എടുത്തുകൊണ്ട് പോവാറുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോവാറുണ്ട്. അതുപോലെ ലേബർ റൂംസ്, ICCU. എന്താണ് ICCU? പഠിച്ചിട്ടില്ലേ? ICUല് എന്താണ് ICCU? ഇന്റൻസീവ് എന്തായിരുന്നു ICCU? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. അതുപോലെ മോർച്ചറിയിൽ എന്താണ് മോഷണം പോവാറ്? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. മോർച്ചറിയിൽ എന്തായിരുന്നു മോഷണം പോകുന്നത്? ഡെഡ് ബോഡീസ് ആണ് മോഷണം പോവാറ്. അതുപോലെ കാർഡിയോ തൊറാസിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, OT എന്താ ഓപ്പറേഷൻ തിയേറ്റർ. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, എന്തൊക്കെയാണ്? ബ്ലേഡ്, ഡ്രഗുകള്, ഗ്ലൗസുകൾ, ഇതൊക്കെ മോഷണം പോകാറുണ്ട്. അതുപോലെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങളാണ്? വാർഡ് ആന്റിസെപ്ഷൻസ്, ലിനൻ, തുണിത്തരങ്ങള്, അതുപോലെ തന്നെ എന്താണ് സോപ്പ്, ടോർച്ച്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മോഷണം പോകുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ് അല്ലെ, വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പോവാം? ക്യാഷ് പോവാം അല്ലെ. മെയിൻ്റനൻസ് വർക്ക്, റിപ്പയർസ് വർക്ക് ഒക്കെ നടക്കുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മോഷണം പോവാം. ആംബുലൻസ് സർവീസിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് പോകുന്നത്? പെട്രോള്, അതുപോലെ തന്നെ ഓയിലുകളൊക്കെ ഊറ്റിയെടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചിലവര്? അങ്ങനെ മോഷണം പോകുന്നുണ്ട്. പിന്നെ എന്താണ് ജനറൽ സ്റ്റോഴ്സ്?
ജനറൽ സ്റ്റോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബുക്ക് അല്ലെ, പെൻ, അതുപോലെ എന്താ പേപ്പേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി എന്തൊക്കെയാണെന്ന് കേട്ടോ, അധികം ഇമ്പോർട്ടന്റ് അല്ല, വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, റെമഡിയൽ മെഷേഴ്സ്, മോഷണം തടയുന്നതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, a thorough study of system and identification of ചാപ്റ്റർ ഏതായിരുന്നു? ഞങ്ങളെ ചാപ്റ്റർ കഴിയാൻ പോണേണ്. ഏതായിരുന്നു? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് ട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. എന്താണ് ലൂപ്പ് ഹോൾസ്? ലൂപ്പ് ഹോൾസ് എന്താ? പഴുതുകൾ അല്ലെ, പഴുതുകൾ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് അല്ലെങ്കിൽ എന്താണ് ആദ്യം സ്റ്റഡി ചെയ്യണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം സ്റ്റഡി ചെയ്ത് അതിനുശേഷം സ്റ്റഡി ചെയ്താൽ മാത്രം പോരാ, ഇതെന്താണ് മോഷണം സംഭവിക്കുന്നതിനുള്ള പഴുതുകൾ അടയ്ക്കണം അല്ലെ. പഴുതുകൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? അത് അടയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മെഷേഴ്സ് എടുക്കണം. അപ്പൊ ഇങ്ങനെയല്ല, നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്തു ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളത് സ്റ്റഡി ചെയ്തതിനു ശേഷം പഴുതുകൾ കണ്ടുപിടിക്കണം. അവരെ മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പഴുതുകൾ എന്തൊക്കെയാണ്, ആദ്യം പഴുതുകൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകാം? നമ്മള് ഓവർ സ്റ്റോക്ക് ആയിട്ടല്ലേ, ഓവർ സ്റ്റോക്കിംഗ് നടത്തുന്നതിലൂടെ നമുക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട്, അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കാനായിട്ട് ആരും ഇല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാം. പിന്നെ എങ്ങനെയൊക്കെ വരാം? പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയൊക്കെയാണ്? അതുപോലെ സെക്യൂരിറ്റീസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം പഴുതുകൾ. അവരെ ഇവിടെ നിന്ന് മോഷ്ടിച്ച് സ്റ്റോറിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാം. CCTV ഇല്ലെങ്കിൽ അതാണ് സെക്യൂരിറ്റി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവർ മോഷ്ടിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താണ്? ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു എന്താണ്, നല്ല രീതിയിൽ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോ ഒരാൾ മോഷ്ടിക്കുന്നത് കണ്ട് വേറെ ഏതെങ്കിലും സ്റ്റാഫ് കണ്ട് അത് അവരെ പിടിച്ചെങ്കിൽ അവരോട് വാൺ ചെയ്യുമ്പോൾ മറ്റു സ്റ്റാഫുകളും എന്ത് ചെയ്യുകയാണ്? അത് കാണുകയാണ് അല്ലെ. അപ്പൊ അവർക്കും ഒരു മാതൃകയാണത്. ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കും. മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, നല്ല രീതിയിൽ ഇവിടെ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, അത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പ്രവണത കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇനി എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പാർട്സ് അല്ലെ. എന്താണ്? അവരുടെ ആവശ്യങ്ങൾ, നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പാർട്സ്. ആ നീഡ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ വാർഡിനും വേണ്ട. ഏതാ പറയണ്ടേ മോളെ? സെക്കൻഡ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റോ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആദ്യം നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവർക്ക് ആവശ്യം എന്നുള്ള സ്റ്റഡി നടത്തണം. ആ സ്റ്റഡി നടത്തിയതിന് ശേഷം എന്തൊക്കെ പഴുതുകളാണ് അവര് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് അവർക്കുള്ളത് എന്ന് ആദ്യം നോക്കാം, ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയൊക്കെയാണ്? ചിലപ്പോ എന്താണ്? ഓവർ സ്റ്റോക്ക്, അവർക്ക് അധികമായിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതിലൂടെയാവാം. അതുപോലെ തന്നെ എന്താണ്? സെക്യൂരിറ്റി സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ മോണിറ്ററിങ് അല്ലെങ്കിൽ എന്താണ് ഓരോ ആൾക്കാർ അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പഴുതുകളൊക്കെ അടയ്ക്കണം, അതിനുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ക്ലിയർ ആയോ? ആദ്യം അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യാം. പിന്നെ അവര് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പഴുതുകൾ, ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴുതുകൾ. അത് ഐഡന്റിഫൈ ചെയ്ത് അത് നീക്കാനായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കണം. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി എന്താണ് ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം പറഞ്ഞു നമ്മള്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ് അല്ലെ. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ വാർഡ്സിനും വേണ്ട ആവശ്യങ്ങൾ അല്ലെ, ഓരോ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അത് മാത്രം പ്രൊവൈഡ് ചെയ്യണം. ഓവർ സ്റ്റോക്കിംഗ് പ്രൊവൈഡ് ചെയ്യാതെ എന്ത് ചെയ്യണം, നീഡ്സിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം മെറ്റീരിയൽസ് കൊടുക്കണം. ഇനി എന്താണ് increase the number of security personnels. സെക്യൂരിറ്റി പേഴ്സണൽസിന് അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ നമ്പർ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. Round the clock handling of stock drugs in senior ഒഫീഷ്യൽസ്. അപ്പൊ എന്താ പറയുന്നത്, കോസ്റ്റ്ലി ഡ്രഗ്സ് അല്ലെ. കോസ്റ്റ്ലി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വില കൂടിയിട്ടുള്ള മെഡിസിൻസ് ആണ് കോസ്റ്റ്ലി ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ വില കൂടിയിട്ടുള്ള ആ ഡ്രഗ്സ് എന്താണ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്ക് മാത്രമായിട്ട് കൊടുക്കണം, സീനിയർ ഒഫീഷ്യൽസിന് മാത്രം അല്ലെങ്കിൽ സീനിയർ ഓഫീസേഴ്സിന് മാത്രമായിട്ട് കൊടുക്കണം. അപ്പൊ അവരുടെ ഡയറക്ഷനിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. മറ്റു സ്റ്റാഫുകൾക്ക് അത് കൊടുക്കാതെ എന്താണ് സീനിയർ ഒഫീഷ്യൽസിന് മാത്രം കൈകാര്യം ചെയ്യാനായിട്ടുള്ള രീതിയിൽ വേണം ഈ ഡ്യൂട്ടി കൊടുക്കാനായിട്ട്. എന്തിന്റെ ഡ്യൂട്ടിയാണ്, കോസ്റ്റ്ലി ഡ്രഗ്സ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി സീനിയർ ഓഫീസേഴ്സിന് മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കി, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻജൻസ് ഓൺലി. എന്താണ് നമ്മളെ കോസ്റ്റ്ലി ഡ്രഗ്സ് അല്ലെ, വില കൂടിയിട്ടുള്ള ഡ്രഗ്സ് ആരുടെയും അഭ്യർത്ഥന പ്രകാരം, ഇന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരമായിരിക്കണം രോഗികൾക്ക് കൊടുക്കേണ്ടത്. ഡോക്ടറുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം മാത്രമായിരിക്കണം കോസ്റ്റ്ലി ഡ്രഗ്സ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോ സ്റ്റോറിൽ വന്ന വേറെ ആരെങ്കിലും ഡോക്ടറുടെ കുറിപ്പടിയോ ഒന്നും ഇല്ലാതെ വേറെ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കൊടുക്കാൻ പാടില്ല. ചിലപ്പോ അവർക്ക് എന്താണ് മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിൽക്കാനായിരിക്കാം. മാർക്കറ്റിംഗിന്റെ കേസൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ കേട്ടോ. അങ്ങനെയുള്ള കേസുകളൊന്നും വരാതെ ഡോക്ടർമാരുടെ സ്പെഷ്യൽ അഭ്യർത്ഥന പ്രകാരം മാത്രമായിരിക്കണം രോഗികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് സൂപ്പർവൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. അപ്പൊ എന്താണ് സൂപ്പർവൈസ് അല്ല സർപ്രൈസ് കേട്ടോ. സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. സർപ്രൈസ് ആയിട്ട് വെരിഫൈ ചെയ്യുക, വെരിഫിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ ഓഡിറ്റുകളൊക്കെ റുട്ടീൻ എന്താണ് പീരിയോഡിക് ആയിട്ട് അത് നോക്കുക. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള്, ഇത്രയുമാണ് റെമഡിയൽ മെഷേഴ്സ്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും വരെ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് തീർന്നു. കുറെ നാളായില്ലേ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട്. വായിക്കാറുണ്ട ആരെങ്കിലും? വായിച്ച് പഠിക്കണോട്ടാ, അല്ലെങ്കിൽ എക്സാം വരുമ്പോ ആകെ ഇതായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൂ കേട്ടോ. ഇന്നെടുത്ത കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം നമുക്ക്. ഏതാ പറയേണ്ടത്? ഏരിയാസ് ഓഫ് ഇത് പറയണം അല്ലെ. ഏരിയാസ് എന്താണ്, കിച്ചണിന്ന് പോകുന്ന, കിച്ചണിന്ന് മോഷ്ടിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏരിയാസ് ഓഫ് പീസേജ്. അപ്പൊ അതിനകത്ത് പറയണത് ബിഫോർ കുക്കിംഗ്, കുക്കിങ്ങിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഐറ്റംസ് അല്ലെ, ഓരോ അസംസ്കൃത വസ്തുക്കള് ഓരോ ഡപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റുകളിലാക്കിയിട്ട് വെക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഇനി കുക്ക്ഡ് ഫുഡ്സ്, കുക്കിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കിച്ചണിൽ നിന്ന് വന്നിട്ട് സാധനങ്ങള് അല്ലെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സുകള് മോഷ്ടിച്ചു കൊണ്ടുപോകാം. ഇനി ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ രോഗികൾക്ക് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോ അതെന്താണ് മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയോ? അത് ഏരിയാസ് ഓഫ് പിൽഫ്രേജ്. ഇനി എന്താണ് ഡ്രഗ് സ്റ്റോർ. ഡ്രഗ് സ്റ്റോർ എന്താ പറഞ്ഞത്, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. നമ്മളിപ്പോ ഒരു രോഗിയെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആ കാഷ്വാലിറ്റിയിലുള്ള സ്റ്റാഫുകളൊക്കെ എന്താണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തെ കെയർ ചെയ്യാനായിട്ടാണല്ലേ നോക്കുന്നത്. ഇപ്പൊ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് മറ്റ് സ്റ്റാഫുകൾ വന്നിട്ട് ഡ്രഗ്സ്
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, മെറ്റേണിറ്റി വാർഡിൽ നിന്നൊക്കെ കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. ഓക്കെ, മെറ്റേണിറ്റി വാർഡിൽ നിന്ന് കുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ലേബർ റൂംസ്, ICCU, പിന്നെന്താ മോർച്ചറി, കാർഡിയോതെറാസിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ. ഇവിടെ നിന്നൊക്കെ എന്താണ്, ഡ്രഗുകള്, അതുപോലെ ഗ്ലൗസുകള്, ബ്ലേഡുകളൊക്കെ മോഷണം പോവാറുണ്ട്. വാർഡിൽ നിന്നൊക്കെ എന്താണ്, തുണികള്, ലിനൻ, സോപ്പ്, ടോർച്ച്, ഈ വക ഉള്ള സാധനങ്ങൾ കേട്ടോ. ഈ 3 സാധനങ്ങളും എന്താണ്, വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫൻസ് സെക്ഷനിൽ നിന്നൊക്കെ എന്താണ് മോഷണം പോകാറുണ്ട്. ഇനി വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് മോഷണം പോകുന്ന ഐറ്റംസ് ആണ് ഇത്, ക്യാഷ്, മെറ്റീരിയൽസ്. അതുപോലെ ആംബുലൻസിൽ നിന്നൊക്കെ മോഷണം പോകുന്നത് ഓയിൽ ഉണ്ട്, പെട്രോള്. പിന്നെന്താണ്, ജനറൽ സ്റ്റോഴ്സിൽ നിന്ന്, ജനറൽ ആയിട്ടുള്ള സ്റ്റോറിൽ നിന്ന് നമുക്കിപ്പോ പേപ്പർ, ബുക്ക്, പെൻ, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഷണം പോവാം. ക്ലിയർ ആയോ? ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, അധികം പഠിക്കാനില്ല കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഓഡിറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ പ്രിന്റ് ഔട്ട് ഇല്ലേ എല്ലാവരുടെയും കയ്യില്? ചാപ്റ്റർ അധികം പേജുകളൊന്നുമില്ല, പഠിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കേട്ടാ. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പോലെ അധികം പേജുകളൊന്നുമില്ല, എന്നാലും ഇത്തിരി ടഫ് ഉണ്ട്. ചിലപ്പോ വായിച്ചാലും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. മനസ്സിലാവുന്ന രീതിയിൽ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്താൽ മതി. ക്ലിയർ ആയില്ലേ മിസ് പറഞ്ഞത്? തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിറ്റ് ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, ഓഡിറ്റ് എന്താ അത് ചോദിക്കട്ടെ. ഓഡിറ്റ് എന്താ അറിയോ? ഓഡിറ്റ് എന്താണെന്ന് പേജ് നമ്പർ ഇല്ല മോനെ മിസ്സിന്റെ കയ്യില്. ഓക്കെ, ഓഡിറ്റ് എന്തായിരുന്നു? ഓഡിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കണക്കെടുപ്പ് അല്ലെ, കണക്കും കാര്യങ്ങളും. നിങ്ങളൊക്കെ മറ്റേ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? ചിലവരൊക്കെ, ചില അമ്മമാരൊക്കെ കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന, അപ്പൊ അവർക്കറിയാൻ പറ്റും എന്താണ്, കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അതെന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, അത് കൃത്യമാണോ എന്നുള്ളതാണ്. അപ്പൊ കേട്ടിട്ടുണ്ട്, നിങ്ങള് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് കണക്കും കാര്യങ്ങളും ഓരോ കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഇനി ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ്, കണക്കും കാര്യങ്ങളും മാത്രമല്ല, അതിനൊരു പ്രത്യേക ഒരു നിലവാരം, സ്റ്റാൻഡേർഡ്സ്, ഇത്ര പെർസെന്റേജ് സ്റ്റാൻഡേർഡ്സ്, നിലവാരം പുലർത്തുന്നുണ്ടോ ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്ന, രോഗികൾക്ക് കൊടുക്കുന്ന സർവീസ് ആണല്ലോ. അതുപോലെ തന്നെ രോഗികൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ടോ, രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ് നല്ല രീതിയിലാണോ, അങ്ങനെയുള്ള ആ ബെസ്റ്റ് നിലവാരത്തിൽ അവര് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്. കണക്കും കാര്യങ്ങളും നോക്കും, അതുപോലെ തന്നെ എന്താണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിൽ അവരുടെ നിലവാരം, പ്രത്യേകം സ്റ്റാൻഡേർഡ് ഉണ്ടാവും, ആ സ്റ്റാൻഡേർഡിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ ഓഡിറ്റ്? ഓക്കെ, ഇനി നോക്കിയേ, a systematic and critical assessment of the planning, delivery and evaluation of service with regard to efficiency, effectiveness and quality with the given resources. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് നമ്മൾ, രണ്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒന്നും കൂടി മിസ് പറഞ്ഞു തരാം. എന്താണ്? നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്,
കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. എന്തെങ്കിലും മനസ്സിലായോ വായിച്ചപ്പോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. പറഞ്ഞു തരാം കേട്ടോ മിസ്. ചിലപ്പോ അതാണ് മിസ് പറഞ്ഞത്, ഇതില് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാക്കുകളൊന്നും മനസ്സിലാവില്ല, അങ്ങനെ കറക്റ്റ് മീനിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്ന്. അതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുഞ്ഞാക്കി പറഞ്ഞുതരാം. ഒന്നുകൂടി മിസ് പറയാം ഇത് കേട്ടോ. കറക്റ്റ് മീനിങ് എന്താണ്? നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. അതാണ് ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത്. എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടാവും? ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവര് കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. ഇവരെന്താണ്? ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, സ്റ്റാഫുകള്, അതുപോലെ നഴ്സുമാര്, അങ്ങനെയുള്ളവര് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി സർവീസ് ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രോഗികൾക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടോട്ടലായും അതുപോലെ സിസ്റ്റമാറ്റിക് ആയും കൃത്യതയോട് കൂടിയിട്ടും ക്രിട്ടിക്കലായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു തരാം. എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസുകളില്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. അതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ എന്താണെന്ന്? എന്താ പറഞ്ഞത്? ഡോക്ടേഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഡോക്ടേഴ്സ് മാത്രമല്ല അല്ലെ, നഴ്സുമാരുണ്ടാവും, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോ ഇവരെയാണ് പറയുന്നത് എന്തെന്ന്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് രോഗികൾക്ക് കൊടുക്കുന്ന കെയർ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം കാര്യങ്ങളെയും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായോ? ഇനി പറയണോ ഫസ്റ്റ് ഡെഫിനിഷൻ? എന്താ പറയേണ്ടത്? ചെറുതാക്കി പറഞ്ഞാൽ മതിയോ? ചെറുതാക്കി പറഞ്ഞു തരാം കേട്ടോ. എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ മിസ് പറഞ്ഞതിന് ശേഷം ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ്, ഇവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? ഇനി സെക്കൻഡ് ഡെഫിനിഷൻ നോക്കിയേ. സെക്കൻഡ് ഡെഫിനിഷൻ നോക്കൂ കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡാറ്റ, documents and resources to inspect performance of systems if meet specific standards. എന്താണ്? പറഞ്ഞു തരാം കേട്ടോ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന
സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയും കൂടിയാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. എന്താണ് പറഞ്ഞത്? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതി. ഇത് മനസ്സിലായോ? പറഞ്ഞപ്പോ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? രോഗികളുടെ ഡാറ്റ. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഡാറ്റ, രേഖകൾ, ഉറവിടങ്ങൾ. ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സസ് എന്നിവയുടെ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. രോഗികളുടെ ഡാറ്റ അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും, അതുപോലെ അവരുടെ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ മറ്റു റിസോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തൽ കൂടിയാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അതാണ് സെക്കൻഡ് ഡെഫിനിഷനിൽ പറയുന്നത് കേട്ടോ. ഇപ്പൊ എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിൽ അല്ലെങ്കിൽ ആ നിലവാരത്തില് അവരെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓഡിറ്റിന്റെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഗുണനിലവാരമുണ്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ്സോട് കൂടിയിട്ടാണോ, നല്ല നിലവാരത്തോട് കൂടിയിട്ടാണോ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ഡാറ്റയുടെ സഹായത്തോടു കൂടി, അതുപോലെ എന്താണ്? രേഖകൾ അല്ലെ, ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖകളുടെ സഹായത്തോടു കൂടി, അങ്ങനെയുള്ള റിസോഴ്സുകളുടെ സഹായത്തോടു കൂടി ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഈ മൂന്ന് പേരുടെയും സഹായത്തോടു കൂടിയിട്ടാണ്. എങ്ങനെയാണ്? ഡാറ്റ എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡാണ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, അതാണ് അവിടെ ഡാറ്റ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡോക്യുമെന്റ്സ്, പല ഡോക്യുമെന്റ്സ് ഉണ്ടാവും, മറ്റു റിസോഴ്സുകള്, ഈ മൂന്നും കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഈ മൂന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഇനി ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട്. പേഷ്യന്റ് രജിസ്റ്റർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റലില് ഓഡിറ്റ് നടത്തുന്നത്. അതൊന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. പേഷ്യന്റ് രജിസ്റ്ററും ഉണ്ടാവും, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സും ഉണ്ടാവും. ഈ രണ്ടും കൂടി എന്ത് ചെയ്തിട്ടാണ്? യൂസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഹോസ്പിറ്റലുകളിൽ നടത്തുന്നത്. രണ്ട് ഡെഫിനിഷനും ഓക്കെയാണോ? സെക്കൻഡ് ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? ഡാറ്റയുടെ സഹായത്തോടുകൂടി, ഡോക്യുമെന്റ്സിന്റെ സഹായത്തോടുകൂടി, മറ്റു റിസോഴ്സുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും കേട്ടോ, ഡാറ്റ, ഡോക്യുമെന്റ്, റിസോഴ്സസുകള്, അവരെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇവാലുവേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് നല്ല നിലവാരമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റ്. ക്ലിയർ ആയോ? സെക്കൻഡ് ഡെഫിനിഷൻ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് ഡെഫിനിഷനും ഓക്കെ ആണ്? ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും കിട്ടി? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓഡിറ്റ് എന്താണ്? Audit in healthcare is a process used by health professionals to estimate, evaluate, and refine care of patient in a systematic way. അപ്പോ എന്താണ് ഓഡിറ്റ് എന്നത്? അല്ലെങ്കിൽ ഓഡിറ്റ് ഹെൽത്ത് കെയർ എന്നത് എന്താണ്? ഒരു ചിട്ടയായ രീതിയിലുള്ള രോഗികളുടെ പരിചരണം കണക്കാക്കാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ എന്നത് ഒരു ചിട്ടയായ രീതിയിലുള്ള അല്ലെങ്കിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം, അതുപോലെ തന്നെ കണക്കാക്കാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും പരിഷ്കരിക്കാനും ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓഡിറ്റ്. കിട്ടിയോ? അത് മനസ്സിലായോ? ഹെൽത്ത് കെയർ എന്നത് ഒരു ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കാൻ, അല്ലെ? രോഗികളെ ഹെൽത്ത് കെയർ എന്താണ്? രോഗികളെ പരിചരിക്കാനും
അത് കാൽക്കുലേറ്റ് ചെയ്യാനും എത്രത്തോളമാണ് അവര് രോഗികളെ ശുശ്രൂഷിക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാനും അത് വിലയിരുത്താനുമുള്ള അല്ലെങ്കിൽ എന്താണ് വിലയിരുത്താനും അത് പരിഷ്കരിക്കാനും ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഓഡിറ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഓഡിറ്റ് കാൽക്കുലേറ്റ്സ് current practice against a defined standard. It is belonging to clinical governance with aim, അതാണ് ട്ടോ main point, aim at safeguarding a high quality of clinical care for patient. അതൊന്നും അടിയിൽ വരയ്ക്കും കേട്ടോ. ഓഡിറ്റിന്റെ മെയിൻ എയിം എന്താണെന്നാ പറയുന്നത്? safeguarding a high quality of clinical care of patient. എന്താണ് നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ ക്ലിനിക്കൽ കെയറിൽ ക്വാളിറ്റിയുള്ള ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഓഡിറ്റിന്റെ ലക്ഷ്യം. കിട്ടിയോ? അതാണ് സെക്കൻഡ് പോയിന്റില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ. അതൊന്നും അടിയിൽ വരച്ചാൽ മതി. അപ്പൊ ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞത്? ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണ്? രോഗികൾക്ക് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ രോഗികളെ പരിചരിക്കുന്നതിനും അത് കണക്കാക്കുന്നതിനും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? സേഫ് ഗാർഡിംഗ് a high quality of clinical care for patients. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ രണ്ട് ഡെഫിനിഷനും ഒന്ന് നോക്കണം കേട്ടോ നിങ്ങള്. ഓക്കെ, ഇനി എന്താണ് വൈ ഓഡിറ്റ്? എന്തിനാണ് ഓഡിറ്റ് നടക്കുന്നത്? എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി അല്ലെ. ഡാറ്റ നമ്മള് കണക്ക് വിവരങ്ങള് അല്ലെങ്കിൽ പല രേഖകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ക്വാളിറ്റി ആണ് അതിൽ നോക്കുന്നത്. ക്വാളിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് ഡിഫൈൻ റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ അല്ലെ. നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ്, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽസിൽ ഓഡിറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പ്രത്യേകം സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ ഈ ഹോസ്പിറ്റൽസ് എത്തുന്നുണ്ടോ, നിലവാരത്തോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ നല്ല നിലവാരത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് എന്താണ് നല്ല റെപ്യൂട്ടേഷൻ കിട്ടില്ലേ? നല്ല പദവിയിലൂടെയാണ് അല്ലെ, നല്ല പദവി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. പദവി അവിടുത്തെ സ്റ്റാഫിനായാലും അത് ഓർഗനൈസ് ചെയ്യുന്നതിനായാലും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ എന്താണ് ഇപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല റെപ്യൂട്ടേഷനോട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഓക്കെ, ഡിഫൈൻ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. അപ്പൊ ഓഡിറ്റ് നടത്തുന്നതിലൂടെ എന്താണ് ഇപ്പോഴുള്ളതും കറന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് ഫ്യൂച്ചർ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇപ്പോഴുള്ളതും കറന്റ് ആയിട്ടുള്ളതും ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടതുമായ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അത് പ്രതിരോധിക്കാനായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി എന്താണ് റിഫൈൻ ക്വാളിറ്റി അല്ലെ. ക്വാളിറ്റി കെയർ ഉറപ്പാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഓരോ രോഗികൾക്കും കൊടുക്കുന്ന കെയർ ഉറപ്പാക്കുന്നതിന് ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ പരിഷ്കരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് അല്ലെ. ഇപ്പൊ എന്താണ് പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് ഒരു ചിലപ്പോ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യേണ്ടതായിട്ട് വരും പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിൽ. അപ്പൊ അതൊക്കെ എന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഇൻസ്പയർ ടീം വർക്ക് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു ടീം വർക്ക് ആയിട്ടാണ് എല്ലാ സ്റ്റാഫുകളും പ്രവർത്തിക്കുന്നത്. എന്താ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവരൊക്കെ എങ്ങനെയാണ് ഒരു ടീം വർക്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെന്താണ്
പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഓഡിറ്റിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ്? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. നമുക്കറിയാം അല്ലെ, നല്ല രീതിയിൽ പേഷ്യന്റിന് ക്വാളിറ്റിയോട് കൂടിയിട്ട് സർവീസ് കൊടുക്കാനായിട്ട് ഓഡിറ്റിങ്ങിലൂടെ സാധിക്കുന്നു. ഇനി എന്താണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെ, ഓരോരോ പീരിയോഡിക് ആയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പീരിയോഡിക് ആയിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. കണക്ക് വിവരങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നു. ഇനി എന്താണ്? become necessary for meeting litigation under CPA. CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ്. കെയർ പ്രോഗ്രാം അപ്രോച്ച് എഴുതിത്തോളൂ കേട്ടോ. കെയർ പ്രോഗ്രാം അപ്രോച്ച്. CPA stands for കെയർ പ്രോഗ്രാം അപ്രോച്ച്. എന്താണ്? ഇപ്പൊ പേഷ്യന്റിന് വല്ല കംപ്ലൈൻസോ അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ CPA തീർപ്പാക്കുന്നത്. CPAയുടെ കീഴിലാണ് പേഷ്യൻസ് കംപ്ലൈൻസ് തീർപ്പാക്കുന്നത്. അപ്പൊ ഓഡിറ്റ് നടക്കുന്നത് മൂലം വല്ല കംപ്ലൈൻസ് ഒക്കെ തീർപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുൾ ഫോം പറയണോ? കെയർ പ്രോഗ്രാം അപ്രോച്ച്. കെയർ പ്രോഗ്രാം അപ്രോച്ച് എന്താ പറഞ്ഞത്? പേഷ്യൻസിന് വല്ല കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ CPAയുടെ കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. ഇനി ഓഡിറ്റ് നടക്കുമ്പോൾ പേഷ്യൻസിന് കംപ്ലൈൻസ് തീർപ്പാക്കാനായിട്ട് ഈ ഇത് സാധിക്കുന്നുണ്ട്. ഓഡിറ്റിലൂടെ പേഷ്യൻസിന് ഉണ്ടാവുന്ന കംപ്ലൈൻസ് തീർപ്പാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് എന്തിനാണ് ഓഡിറ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. CPAയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എന്തൊക്കെയാണ്, എന്തിനാണ് ഓഡിറ്റ് ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത് അല്ലെ? ഡാറ്റ ക്വാളിറ്റി ഇംപ്രൂവ് ആക്കാനായിട്ട്, അതുപോലെ സ്റ്റാഫുകള്, അവരുള്ള ഓർഗനൈസർ അല്ലെ, ഡോക്ടർമാരുണ്ടാവും, അവിടുത്തെ മാനേജർ ഉണ്ടാവും, അങ്ങനെ പല പല സ്റ്റാഫുകൾ ഉണ്ടാവും. അവിടെ റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കറണ്ട് ഇപ്പോഴുള്ളതും ഫ്യൂച്ചറിലേക്കുള്ളതുമായ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടങ്ങൾ, ക്രൈസിസ് വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞത്? ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് അല്ലെ, രോഗികൾക്ക് കൊടുക്കുന്ന കെയറിംഗിൽ അല്ലെങ്കിൽ സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഒക്കെ നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനും ഓഡിറ്റിങ്ങിലൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഓഡിറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെ, പീരിയോഡിക് ആയിട്ട് ഓഡിറ്റ് നടത്തുന്നതിലൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ്. ഈ കെയർ പ്രോഗ്രാം അപ്രോച്ചിൽ എന്താണ്? എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ CPAയുടെ കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. ഓഡിറ്റ് നടത്തുന്നതിലൂടെ അതെന്താണ്? എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കാനായിട്ട് സഹായിക്കുന്നു. കിട്ടിയോ? മനസ്സിലായോ പോയിന്റ്സ്? ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്, എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്? ഫസ്റ്റ് നോക്കിയേ, an internal audit is an independent evaluation to provide guarantee to organization that its financial and operational controls are adequate. This procedure compares organizational policies and procedures proportional to required compliance demands. എന്താ പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒന്ന് അടിയിൽ വരച്ചു വെച്ചോളൂ കേട്ടോ. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. സെക്കൻഡ് പോയിന്റ് നോക്കി, ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്.
സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടോ. അടിയിൽ വരച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. ഈ പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏത് ഓഡിറ്റ് ആണ്, ഇന്റേണൽ ഓഡിറ്റ് ആണോ എക്സ്റ്റേണൽ ഓഡിറ്റ് ആണോ, അങ്ങനെ പല പല ഓഡിറ്റും നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ. മാറിപ്പോവാതിരിക്കാനാണ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ആണ്. അതുപോലെ ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? തേർഡ് പോയിന്റ് ആണ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ പ്രപ്പോർഷണൽ ടു റിക്വയർഡ് കംപ്ലൈന്റ്സ് ഡിമാൻഡ്സ്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. പിന്നെന്താണ്? ഓർഗനൈസേഷൻ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഓരോ ഓർഗനൈസേഷനിലും പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ പോളിസീസും പ്രൊസീജിയേഴ്സും അനുപാതത്തിലാണോ, പ്രപ്പോർഷണൽ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ലാസ്റ്റ് വരി കിട്ടിയോ? മനസ്സിലായോ? ഓർഗനൈസേഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രപ്പോർഷണൽ ടു റിക്വയർഡ് കംപ്ലൈന്റ്സ് ഡിമാൻഡ്സ് അല്ലെ? ഓർഗനൈസേഷനിലും എല്ലാ ഓർഗനൈസേഷനിലും എന്താണ്? പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടാവും. അടിയിൽ വരച്ചോ? ലാസ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? പറഞ്ഞു തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അടിയിൽ വരച്ചില്ലേ? നോട്ട് ചെയ്ത് വെച്ചോ? ഓക്കെ. എന്താണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്? എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ടാവും? പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടാവും അല്ലെ? അതുപോലെ എന്താണ്? ഹോസ്പിറ്റലിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. കിട്ടിയോ? പറഞ്ഞു തരാം കേട്ടോ. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും, അത് എന്താണ്? എല്ലാത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എക്കണോമിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന്? ഓക്കെ. എന്താ പറഞ്ഞത്? ഓർഗനൈസേഷന്റെ പോളിസീസിനെയും അല്ലെ, എല്ലാത്തരം പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ, ആ എല്ലാ തരം പോളിസീസിനെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇനി ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫ് തന്നെയാണ്. പ്രത്യേകമായിട്ട് നിയമിച്ചിട്ടുണ്ടാവും. ആ സ്റ്റാഫ് ആയിരിക്കും ചെയ്യുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കേട്ടോ. അതൊന്ന് വെച്ച് ചിന്തിച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ എല്ലാ തരവും പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ആരാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫ് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് നിയമിച്ചിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും. അദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലെ? എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരായിരിക്കും? അപ്പോ ആരായിരിക്കും? പറയാൻ പറ്റോ? എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് പുറത്തു നിന്നുള്ള സ്റ്റാഫ് ആയിരിക്കും കേട്ടോ. പുറത്തുനിന്ന് പ്രത്യേകമായിട്ട് വരുന്ന സ്റ്റാഫാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത്. നോക്കാം കേട്ടോ. എക്സ്റ്റേണൽ ഓഡിറ്റ് are used to evaluate certain aspects of characteristics of healthcare providing organization against specific standards. Accordingly, the implementation of an external audit needs and external standards and cooperation from beyond the hospital, and this distinguish them from internal audit. എന്താ പറഞ്ഞത്? ചില ക്രൈറ്റീരിയകൾ, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ്. എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കട്ടോ മിസ്. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന
ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. മനസ്സിലായോ വല്ലതും? ഓക്കെ, പറഞ്ഞു തരാം. എന്താണ്? എല്ലാ ഹോസ്പിറ്റൽസും എന്താണ് ഒരു ക്രൈറ്റീരിയാസിലൂടെ ആയിരിക്കും പോകുന്നത് അല്ലെ. ഓരോ ക്രൈറ്റീരിയാസും ഉണ്ടാവും. ഓരോ ക്രൈറ്റീരിയയിലൂടെയാണ് ഓരോ പ്രവർത്തനങ്ങളും അവര് നടത്തുന്നത്. ആ ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ക്രൈറ്റീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ്. അപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത്? എന്താ എക്സ്റ്റേണൽ ഓഡിറ്റ്? ഓരോ ഹോസ്പിറ്റൽസും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? പിടികിട്ടിയോ എന്താണെന്നുള്ളത്? കിട്ടിയോ? മനസ്സിലായോ? ഇനി പറയണോ മിസ്? ഓക്കെ ആണ്, മനസ്സിലായി. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഓരോ ഹോസ്പിറ്റൽസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുറത്തു നിന്നുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കിട്ടിയോ? സുഷയ്ക്ക് കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണോ? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് മനസ്സിലായോ? മനസ്സിലായി. രണ്ടൊന്ന് വായിച്ചു നോക്കിയാ മക്കളെ. ഇനി നെക്സ്റ്റ് ഓഡിറ്റുകൾ പഠിക്കാറുണ്ട് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് ഉണ്ട്, ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്, ഓർഗനൈസേഷണൽ ഓഡിറ്റ് ഉണ്ട്. മാറിപ്പോവരുത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇനി പറയണോ എന്തെങ്കിലും? ഇന്റേണൽ ഓഡിറ്റ് പറയണോ? ഇന്റേണൽ ഓഡിറ്റ് ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പോയിന്റ് ആണ് അതിനകത്ത് മറക്കേണ്ടത്. എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് നടത്തുന്നത്. അതുപോലെ എന്താണ്? ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തേർഡ് പോയിന്റ് ആണ് ഓർഗനൈസേഷൻ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ പ്രൊപ്പോർഷണൽ ടു റിക്വയർഡ് കംപ്ലൈന്റ്സ് ഡിമാൻഡ്. എന്താ പറഞ്ഞത്? ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, 3 പോയിന്റ് കിട്ടിയോ? ഇനി എന്താണ് ഇന്റേണൽ ഓഡിറ്റിന് ചെറുതാക്കി പറഞ്ഞു തരാം. എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ തരം പ്രവർത്തനങ്ങളും, എക്കണോമിക് ആയിക്കോട്ടെ, അതുപോലെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരം പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്ന പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. കിട്ടിയോ? മനസ്സിലായോ കൺസെപ്റ്റ്? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും ഒന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മക്കളെ? എക്സ്റ്റേണൽ എന്ന് കൂടി പറയണോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഹോസ്പിറ്റൽസും എന്താണ്, പല പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. മനസ്സിലായോ? എന്താണ്? പല പല ക്രൈറ്റീരിയാസ് ആണ് പല പല ഹോസ്പിറ്റൽസും ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് പുറത്തു നിന്ന് വരുന്ന ആളുകളാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കിട്ടിയോ എന്താണെന്ന്? മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിയേ, മെഡിക്കൽ ഓഡിറ്റിംഗ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് മെഡിക്കൽ ഓഡിറ്റ്? Medical audit is defined as the assessment of medical care in retrospect through scrutiny of medical records. It is a planned analysis program which clearly monitors and evaluates the clinical performance of practitioners, records by qualified professional staffs to identify, examine, or verify the performance using accepted criteria. എന്ന് പറഞ്ഞത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യ പരിചരണം നിലനിർത്തുന്നു. അതാണ് അതിനകത്ത് മീനിങ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യ പരിചരണം നിലനിർത്തുന്നു. ഇവിടെ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ് വഴിയാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവിടെ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡുകൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഇനി എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോ ഒരു 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് മൊത്തം അതെന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിച്ച് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാർ മുൻകാലങ്ങളിൽ എങ്ങനെയാണ് പേഷ്യൻസിന് കെയർ കൊടുത്തിരുന്നത് എന്ന ബേസിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ 1000 മെഡിക്കൽ റെക്കോർഡ്സുകള് പരിശോധിച്ച ശേഷം ഡോക്ടർമാർ മുൻകാലങ്ങളിൽ, ആദ്യകാലങ്ങളില് രോഗികളെ എങ്ങനെയാണ് പരിചരിച്ചിരുന്നത്, ഏത് കെയർ ആണ് കൊടുത്തിരുന്നത്, എങ്ങനെയുള്ള സർവീസസുകളാണ് കൊടുത്തിരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻ നടത്തുന്നു. കിട്ടിയോ? അത് മനസ്സിലായോ? മെഡിക്കൽ ഓഡിറ്റ് എന്താണ്? മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അത് ഓഡിറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇപ്പോ ഒരു ഹോസ്പിറ്റലുകളില് 1000 മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം അത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുൻകാലങ്ങളിൽ ഡോക്ടർമാർ പേഷ്യൻസിനെ എങ്ങനെയാണ് പരിചരിച്ചിരുന്നത് ആ ബേസിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. അതാണ് മെഡിക്കൽ റെക്കോർഡ്. മനസ്സിലായോ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? എല്ലാ പ്രാക്ടീഷണേഴ്സ്മാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന പ്ലാൻഡ് പ്രോഗ്രാം ആണ് അല്ലെ? പ്ലാൻഡ് പ്രോഗ്രാം ആണ് എന്ത്? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് സ്റ്റാഫുകൾ ഉണ്ടാവും. അവരാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. എല്ലാ പ്രാക്ടീഷണർമാരുടെയും, എല്ലാ ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ എല്ലാ പ്രാക്ടീഷണർമാരുടെയും
പ്രകടനം അല്ലെ, കെയറിങ് കൊടുക്കുന്നത്, പേഷ്യൻസിന് കെയറിങ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പെർഫോമൻസ്, എന്നുള്ള ആ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നു. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം സ്റ്റാഫുകൾ വരും, എന്നിട്ടാണ് അവര് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, കിട്ടിയോ? മെഡിക്കൽ റെക്കോർഡ് എന്താണെന്ന്? സോറി, മെഡിക്കൽ ഓഡിറ്റ്, മെഡിക്കൽ റെക്കോർഡാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ മെഡിക്കൽ റെക്കോർഡുകൾ ഇവാലുവേറ്റ് ചെയ്ത് മുൻകാലങ്ങളിൽ ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത് എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് അത് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ട് ത്രൂ സ്ക്രൂട്ടനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഇതില് മെയിൻ ആയിട്ട് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് വഴിയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. രോഗികളുടെ പരിചരണം അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് വഴി അത് ഇവാലുവേറ്റ് ചെയ്ത് അത് എന്താണ് പരിശോധിച്ച ശേഷം ഡോക്ടേഴ്സിന്റെ കാല പരിചരണം എങ്ങനെയാണ് എന്നുള്ള ബേസിലാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. റെട്രോസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിരിഞ്ഞ നോട്ടം. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെയാണ്, ക്ലിയർ ആണ് അല്ലെ? ഇത്രയും പേരും ക്ലിയർ അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിച്ച് വായിച്ചിട്ട് വരാം കേട്ടോ അടുത്ത ഭാഗം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരണം. ഈ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ പറഞ്ഞു തന്നാ മതിയാ നിങ്ങക്ക്? ക്ലിയർ അല്ലേ? ഇത്രയും വരെ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? താങ്ക് യു.